പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിപാവനമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹാ തമ്പുരാൻ്റെ പാദപീഠേ ചേർന്ന് വരുവാൻ നമുക്ക് ഭാഗ്യവും കൃപയും സന്ദർഭവും തന്ന ദൈവത്തിന് നന്ദി പറയാം. നമ്മളിപ്പോൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് കുരിശിൽ നിന്ന് കേട്ടതായ ശബ്ദങ്ങളാണല്ലോ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് മൊഴിഞ്ഞതായ തിരുമൊഴികളാണ് നമ്മുടെ ധ്യാനചിന്തയ്ക്ക് വിഷയീഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 2 പ്രാവശ്യമായിട്ട് 3 വാചകങ്ങൾ നമ്മുടെ ധ്യാനത്തിന് വിഷയമായി. 4ാമത് കുരിശിൽ നിന്ന് കേട്ട ശബ്ദമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. കർത്താവ് കുരിശിൽ നിന്ന് 4ാമത് വിളിച്ചു പറഞ്ഞത് ശുദ്ധമുള്ള മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ തിരുവചനത്തിലുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന അർത്ഥത്തിൽ എലോഹീം എലോഹീം ലമാ ശബക്താനി എന്ന് കർത്താവ് അത്യുച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ദൈവമക്കളെ, ഇത് ഒരു വലിയ വിലാപമാണ് എന്ന് നമുക്കറിയാം. ഈ വിലാപത്തെ നാം വിലയിരുത്തുമ്പോൾ ഏകാന്തതയിൽ നിന്ന്, തികഞ്ഞ ഏകാന്തതയിൽ നിന്ന് ഉടലെടുത്ത അസഹനീയമായ ഒരു വേദനയിൽ നിന്നാണ് ഈ വിലാപം പുറത്തു വരുന്നത്. ഇതൊരു വലിയ നിലവിളിയാണ്. ഈ വിലാപം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാവുന്ന ഒരു ചിന്തയാണ്, പിതാവ് പുത്രനെ കൈവിട്ടുവോ? അതുകൊണ്ടല്ലേ അങ്ങനെ കർത്താവ് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിച്ചത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചിന്ത ദൈവശാസ്ത്രപരമായി ശരിയല്ല. മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവൻ സ്വന്തം ചുമലിൽ സ്വീകരിച്ചപ്പോൾ സ്വയം പാപമാക്കി തീർത്തവനെ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ദൈവം കൈവിട്ടു എന്ന ഒരു ചിന്തകൻ ഒരിക്കൽ പറഞ്ഞു. ആ ചിന്ത ശരിയാണെന്ന് പലരും വിശ്വസിക്കുന്നു, ചിലരെങ്കിലും അത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ചിന്ത ശരിയാണെന്ന് സമ്മതിച്ചാൽ ഒരുപാട് കുഴപ്പങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു ചിന്ത പഠിപ്പിക്കുമ്പോൾ ഓർക്കേണ്ട ഒന്നാമത്തെ അപകടം, അപ്പോൾ യേശുക്രിസ്തു ദൈവമല്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. നാം ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഇതിൻ്റെ പിന്നിൽ. ക്രൂശിൽ കിടക്കുന്നവൻ സമ്പൂർണ്ണ ദൈവമാണ്. ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെ പിതാവേ എന്ന് അവൻ വിളിച്ചത് അവനെ തന്നെയാണ്. സ്വർഗത്തിൽ വസിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ മനുഷ്യനായി പരിലസിച്ചവനാണ് നമ്മുടെ കർത്താവ്. 2 ആളല്ല, പിതാവും പുത്രനും. അത് ഒരു വലിയ തിരിച്ചറിവായി നമ്മുടെ ഹൃദയങ്ങളിൽ ആഴപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ അപകടത്തെ മറികടക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ പിതാവും പുത്രനും 2 ആളാണെന്ന ചിന്ത തെറ്റാണ്. പുത്രൻ പിതാവിനോട് നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിച്ചപ്പോൾ പിതാവ് പുത്രനെ വിട്ടു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ ഇങ്ങനെ ഒരു കൈവിടൽ സംഭവിക്കുന്നില്ല. പിതാവും പുത്രനും തത്വത്തിൽ ഒരാൾ തന്നെയാണ്. മാത്രമല്ല, അങ്ങനെ പഠിപ്പിക്കുമ്പോൾ വേറെയൊരു തകരാർ അവിടെയുള്ളത്, ദൈവം പാപിയെ ഉപേക്ഷിക്കുന്നവനാണ് എന്നൊരു ചിന്ത കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഒരു പക്ഷെ വന്നേക്കാം. ദൈവം പാപിയെ ഉപേക്ഷിക്കുന്നവനല്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാനോ പഠിപ്പിക്കാനോ കഴിയില്ല. ആത്യന്തികമായി പാപിയെ സ്നേഹിക്കുന്നവനാണ് കർത്താവ്. കർത്താവ് വെറുക്കുന്നത് പാപത്തെയാണ്, പാപിയെ അല്ല. അതുകൊണ്ട് അവൻ പാപിയെ കൈവിടുന്ന ദൈവമാണെന്ന് പഠിപ്പിക്കത്തക്കവണ്ണമുള്ളൊരു ചിന്ത വരും. അവിടെ പിതാവ് പുത്രനെ കൈവിട്ടു എന്ന് പഠിപ്പിച്ചാൽ, ഇവിടെയാണ് യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെ പിതാവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നത് തത്വത്തിൽ തന്നോട് തന്നെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നത്. അതെങ്ങനെ തെളിയിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അത് വ്യക്തതയോടെ യേശുക്രിസ്തു പറഞ്ഞതായ ഒരു ചിന്തയാണ്.
പിതാവും പുത്രനും രണ്ടാളുകളല്ല, ഒരു വ്യക്തി തന്നെയാണ്. പുത്രൻ തമ്പുരാനെ കാണുന്നവർ പിതാവിനെയാണ് കാണുന്നത്. അത് യേശുക്രിസ്തുവിൻ്റെ കരയേറ്റത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഫിലിപ്പോസിൻ്റെ ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടിയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇത്ര നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിഞ്ഞില്ലയോ ഫിലിപ്പോസേ? ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു പഠിപ്പിക്കുന്നത് അവിടെ വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ഇവിടെ മറ്റൊരാളോടല്ല, തത്വത്തിൽ തന്നോട് തന്നെയാണ് ഈ വിലാപം എന്ന് നാം മനസ്സിലാക്കണം. ഇനി യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21, 23 തിരുവചനങ്ങളിൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും എപ്രകാരം ഒന്നായിരിക്കുന്നുവോ അപ്രകാരം ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. പിതാവും പുത്രനും രണ്ടല്ല, ഒന്നാണ്. ആ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഒരുമിപ്പിലേക്ക്, ഒന്നാകലിലേക്ക് മാനവകുലത്തെ കൂടെ ചേർത്ത് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള കർത്താവ് യേശു മിശിഹായുടെ അതിശ്രേഷ്ഠമായ വിടുതലിൻ്റെ പദ്ധതിയുടെ നിവൃത്തീകരണത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു ജാഗരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ദൈവത്തിൽ നിന്ന് ദൈവത്തെ വേർപെടുത്താനാകുമോ? ദൈവത്വത്തിൽ നിന്ന് ദൈവത്വത്തെ വേർപെടുത്താനാകുമോ? ആകില്ല. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ പിന്നെ യേശുക്രിസ്തു ഈ നിലവിളിച്ച നിലവിളിയുടെ അർത്ഥം എന്താണ്? എൻ്റെ പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് യേശു നിലവിളിച്ചതിനെ പിന്നെ എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നിലവിളിയുടെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ അസഹനീയമായ അതിഭയങ്കരമായ ഹൃദയവ്യഥയിൽ നിന്ന് ഉയരുന്ന നിലവിളിയാണിത്. അതുകൊണ്ടാണ് അതിനെ ഏകാന്തതയുടെ വിലാപമെന്ന് വിളിക്കുന്നത്. ആരും കൂടെയില്ലാതെ വേണ്ടപ്പെട്ടവർ, സ്വന്തപ്പെട്ടവർ, സ്നേഹിക്കേണ്ടവർ, അടുത്ത് നിൽക്കേണ്ടവർ തികച്ചും തിരസ്കരിച്ച് തള്ളിക്കളഞ്ഞ് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുമ്പോൾ ആ ഏകാന്തതയുടെ മടിത്തട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അതിഭയങ്കരമായ ഏകാന്തത, അതിൽ നിന്ന് ഉടലെടുക്കുന്ന ഹൃദയവ്യഥ, അതിൽ നിന്ന് പുറത്തു വരുന്ന നിലവിളി, അതാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ കുരിശിൽ കേട്ടത്. ഏകാന്തതയുടെ വിലാപമെന്ന് നമുക്കതിനെ വിളിക്കാം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എപ്പോഴാണ്? ദൈവമക്കളെ, അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ സാമ്പത്തികമായി തകർന്ന് സമ്പാദ്യം മുഴുവൻ കൈവിട്ടുപോയി, സ്റ്റാറ്റസും പദവിയും കൈവിട്ടുപോയി, കൊട്ടാരം വിട്ട് ചെറ്റക്കുടലിലേക്ക് ഇറങ്ങേണ്ടി വന്ന, എല്ലാം കൈമോശം വന്ന ഒരാളായി തീരുമ്പോഴല്ല. പിന്നെയോ പ്രിയപ്പെട്ടവർ, ഏറ്റവും അടുത്ത് സ്നേഹിച്ചവർ, തൻ്റെ സ്നേഹത്തിന് പാത്രീഭൂതരായവർ വളരെ ആകസ്മികമായി മരണത്തിന് കീഴടങ്ങി കയ്യിൽ നിന്ന് ഊർന്നു പോകുമ്പോഴല്ല. പിന്നെയോ വളരെ സുരക്ഷിതമെന്ന് വിചാരിച്ച് കരുതിയിരുന്നതും ചെയ്തുകൊണ്ടിരുന്നതും നിത്യവരുമാനം തന്നിരുന്നതുമായ ജോലി വളരെ ആകസ്മികമായി നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെടുമ്പോഴല്ല. പിന്നെയോ ജീവിതത്തിൽ ഏറ്റവും സമ്പന്നതയോടെ സംതൃപ്തിയോടെ മൃഷ്ടാന്നമുണ്ട് ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് മാറി പട്ടിണിയിൽ, അത്താഴപ്പട്ടിണിയിൽ, ദിവസം ഒരു നേരം പോലും ആഹാരം കഴിക്കാത്ത അവസ്ഥയിൽ എത്തിപ്പെടുമ്പോഴും അല്ല. പിന്നെയോ വളരെ ആരോഗ്യവാനും വളരെ സുന്ദരിയുമൊക്കെയായി നടന്നിരുന്ന ഒരു സമയത്ത് വളരെ പെട്ടെന്നുണ്ടാകുന്ന ചില പ്രയാസങ്ങളുടെ കാരണം തേടി ചെന്നിട്ട് താനൊരു മാരകരോഗത്തിൻ്റെ അടിമയാണെന്ന് ജീവിതത്തിൽ ബോധ്യപ്പെടുമ്പോഴും അല്ല. പിന്നെയോ ശരീരം സഹിക്കവയ്യാത്ത വേദനയിൽ നുറുങ്ങുകയും അതികഠിനമായി നൊമ്പരപ്പെടുകയും ചെയ്യുമ്പോഴും അല്ല. ഈ സമയങ്ങളിലൊന്നുമല്ലെങ്കിൽ പിന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അതികഠിനമായ വേദന അയാൾ അനുഭവിക്കുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്: താൻ ഏറ്റവും സ്നേഹിച്ചവർ, താൻ ഏറ്റവും സ്നേഹിക്കുന്നവർ, തന്നെ സ്നേഹിക്കേണ്ടവർ, തന്നെ വാത്സല്യിക്കേണ്ടവർ തന്നെ ഉപേക്ഷിച്ചു എന്നൊരാൾക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ
സ്നേഹിക്കാൻ കടപ്പെട്ടവരുടെ തിരസ്കരണം അനുഭവിക്കേണ്ടി വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയം പൊട്ടിപ്പിളരുന്ന വേളയിൽ അയാൾ അനുഭവിക്കുന്ന വ്യഥ, അതാണൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ വേദന. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുക. ഒരു ഭാര്യ, അവൾക്ക് ഭർത്താവുണ്ട്, അവളൊരു ഭാര്യയായി ജീവിക്കുകയാണ്. നല്ല ജോലിയുണ്ട്, സാമാന്യം നല്ല വരുമാനമുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സമ്പത്തുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല മക്കളുണ്ട്. ലോകത്ത് ആര് നോക്കിയാലും അവൾ ഭാഗ്യവതി എന്ന് പറയത്തക്കവണ്ണമുള്ള എല്ലാ സാഹചര്യങ്ങളും അവൾക്കുണ്ട്. പക്ഷേ അവളുടെ ഭർത്താവ് അവളെ അല്പം പോലും പരിഗണിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അവളോട് യാതൊന്നും ചോദിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, സംസാരിക്കുന്നില്ല. അവൾ എന്തെങ്കിലും ഭർത്താവിനോട് ചോദിച്ചാൽ, ആവർത്തിച്ച് ചോദിച്ചാൽ, സ്നേഹത്തോടെ ചോദിച്ചാൽ മിക്കപ്പോഴും അയാൾ മറുപടി പറയുന്നില്ല. ചില സമയത്തെങ്കിലും മറുപടി പറഞ്ഞാൽ ഒരു ഞരക്കമോ ഒരു മൂളലോ എന്നതിനപ്പുറത്ത് വാതുറന്നൊരക്ഷരം അയാൾ ഉരിയാടുന്നില്ല. അയാൾ ആ ഞരക്കവും മൂളലും പ്രകടിപ്പിക്കുന്നത് തികച്ചും അലക്ഷ്യമായി എവിടെയെങ്കിലും നോക്കിക്കൊണ്ടാണ്. അവളുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. കിടപ്പറയിൽ പുറംതിരിഞ്ഞ് കിടക്കയല്ലാതെ അവളെ പരിഗണിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഭാര്യ, ജോലിയുണ്ട്, സ്റ്റാറ്റസുണ്ട്, വലിയ വരുമാനമുണ്ട്, നല്ല സമ്പാദ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ സ്ത്രീയെപ്പോലെ അതികഠിനമായ ഹൃദയവേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീ ലോകത്ത് വേറെ കാണുമോ? കാണുകയില്ല. പ്രിയപ്പെട്ടവരുടെ തിരസ്കരണം പേറേണ്ടി വരുന്ന ഒരാളുടെ ഹൃദയവേദന ആർക്കാണ് മനസ്സിലാവുക? ഈ സമാന സാഹചര്യത്തിൽ ഭാര്യയാൽ അവഗണിക്കപ്പെട്ട് വീട്ടിൽ യാതൊരു വിലയും കിട്ടാതെ, പരിഗണനയും കിട്ടാതെ, സ്നേഹം കിട്ടാതെ, വാത്സല്യം കിട്ടാതെ, താൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കിട്ടാതെ, തന്നെ മുഖത്ത് നോക്കാതെ, ഒന്ന് പുഞ്ചിരിക്കാതെ, തികച്ചും ഭാര്യയാൽ അവഗണിക്കപ്പെട്ട് ഹൃദയം പൊട്ടി തകർന്ന് ഇനി ജീവിതം എന്തിനെന്ന് സ്വയം നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട്. എത്ര ഭയാനകമാണ് ഈ വേദന! പ്രിയപ്പെട്ടവരെ, താൻ ഏറ്റവും സ്നേഹിക്കുന്നയാൾ തന്നെയും തൻ്റെ സ്നേഹത്തെയും അംഗീകരിക്കാതെ വരുമ്പോൾ, തന്നെ ഒട്ടും ശ്രദ്ധിക്കാതെയും പരിഗണിക്കാതെയും വരുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന വേദന വാക്കുകളിൽ വരച്ചു വയ്ക്കാനാകുമോ? ആകില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഏകാന്തത എന്ന് പറയുന്നത് തടവറയിൽ ഏകനായി കിടക്കുമ്പോൾ ആരുമില്ലാത്തിടത്ത് ഒരാൾ അനുഭവിക്കുന്ന ഏകാന്തതയല്ല. അപ്പോഴയാൾ ഏകനാണെങ്കിലും ആ ഏകാന്തതയല്ല ശരിയായ ഏകാന്തത. താൻ ഏകനാണെന്ന് അയാൾക്കറിയാം. അവിടെ അയാൾക്ക് സത്യത്തിൽ ഏകാന്തത അനുഭവപ്പെടുന്നില്ല. അയാളുടെ മനസ്സിനെ അയാൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെ മനുഷ്യജീവിയായി ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എന്നാൽ എല്ലാവരും ചുറ്റും നിൽപ്പുണ്ട്, ഇരിപ്പുണ്ട്, ആരും കണ്ടതായി ഭവിക്കുന്നില്ല, ഒരക്ഷരം ഉരിയാടുന്നില്ല, സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, ചിരിക്കുന്നില്ല, മിണ്ടുന്നില്ല. അവരോട് എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ അവർ ബധിരരെ പോലെ, അന്ധരെ പോലെ തന്നോട് പെരുമാറുന്ന ഒരു സാഹചര്യത്തിൽ ആൾക്കൂട്ടത്തിൽ തനിയെ ഇരിക്കുന്ന ഒരാളുടെ ഏകാന്തതയാണ് ഏകാന്തത. ദൈവമക്കളെ, യേശുക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച വേദന ഇത് തന്നെ. ഇവണ്ണം വേദനിക്കുന്ന ആരൊക്കെയോ ഇപ്പോഴിത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വേദനിപ്പിക്കുന്നവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിശ്ചയമായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നാലാമത്തെ മൊഴിയിലൂടെ രണ്ട് കാര്യങ്ങൾ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. ഒന്നാമത്, ഇപ്രകാരം ഏകാന്തതയിലാകുമ്പോൾ തളർന്നു പോകല്ലേ, വാടിപ്പോകല്ലേ, നിരാശപ്പെടല്ലേ, നീ കുരിശിലേക്ക് നോക്കുക. കുരിശിൽ കിടക്കുന്നവന് നിന്നെ നല്ലവണ്ണം മനസ്സിലാകും. വേറെ ആർക്കും നിന്നെയും നിൻ്റെ മാനസികാവസ്ഥയെയും നിൻ്റെ ഹൃദയവ്യഥയെയും മനസ്സിലായില്ലെങ്കിലും, മറ്റാരും ഇതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും കുരിശിൽ കിടക്കുന്നവന് നിന്നെ മനസ്സിലാകും, നിൻ്റെ വേദനകളെയും മനസ്സിലാകും.
അവൻ പറയും, കുഞ്ഞേ, നീ തനിച്ചല്ല, നിനക്ക് മുമ്പ് ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ ഞാൻ അറിയുന്നു നിന്നെ, നിൻ്റെ ഹൃദയനിലയെ, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നവൻ പറയും. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു വച്ചത് 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, പരീക്ഷകളിൽ പതറാതിരിപ്പാൻ അതികഠിനമായ കഷ്ടതകളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയ കുഞ്ഞെ നീ കുരിശിലേക്ക് നോക്കുക എന്ന്. കർത്താവ് ഈ ചിന്തയിലൂടെ നമുക്ക് തരുന്ന രണ്ടാമത്തെ ബോധ്യം, പ്രിയ പൈതലേ, നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത്. നിന്റെ ജീവിത പങ്കാളിയെ നീ ഒറ്റപ്പെടുത്തരുത്, തിരസ്കരിക്കരുത്, മാറ്റി നിർത്തരുത്, അവഗണിക്കരുത്. കാരണം അവർക്ക് നിന്റെ സ്ഥാനത്ത് മറ്റൊരാളില്ല. പങ്കാളിയായ നീ പങ്കിട്ട് കൊടുക്കേണ്ട പ്രണയം നീ നിഷേധിച്ചാൽ പകരം അയാളെ പ്രണയിക്കാൻ, അവളെ പ്രണയിക്കാൻ വേറൊരാളില്ല. ആ ശൂന്യത നികത്താൻ വേറെ മാർഗമില്ല. ഈ ശൂന്യത ഓർത്ത് അതിൻ്റെ മധ്യേ നിന്ന് പിടയുന്ന ചിലരെങ്കിലും ഇത് കേൾക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് പിടിപിടെ കണ്ണുനീര് വീഴുന്നുണ്ട്. ഉൾക്കണ്ണുകൊണ്ട് ഞാനത് കാണുന്നുമുണ്ട്. മക്കളെ, ഒരു കാരണത്താലും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവഗണിക്കല്ലേ. നിങ്ങളുടെ സ്നേഹം അർഹിക്കുന്നവരെ അവഗണിക്കല്ലേ. അത് അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും കൂടപ്പിറപ്പാണെങ്കിലും പങ്കാളിയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവരെ അവഗണിക്കല്ലേ, ഒറ്റപ്പെടുത്തല്ലേ എന്നൊരു ഓർമ്മപ്പെടുത്തൽ കർത്താവ് ഈ വേദഭാഗത്തുകൂടെ നമുക്ക് തരുന്നുണ്ട്. ഇന്ന് പല കുടുംബങ്ങളിലെയും വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ഈ പറഞ്ഞു വച്ചത്. ചില ഭർത്താക്കന്മാരെങ്കിലും മദ്യപിച്ചിട്ട് വീട്ടിൽ ചെന്ന് അതികഠിനമായി ജീവിത പങ്കാളിയെ ശകാരിക്കുന്നതിൻ്റെ കാരണം എന്താ? അവർ തന്നോട് കാണിച്ച നിഷേധവും തനിക്ക് ലഭിക്കാതെ പോയ പരിഗണനയും ഉള്ളിൽ വേദനയായി തിങ്ങിയപ്പോൾ, അതൊരു പരിധിക്കപ്പുറം കടന്നപ്പോൾ അത് അണപൊട്ടി പുറത്തേക്ക് ബഹിർഗമിക്കുന്നതാണ് ഈ കേൾക്കുന്നത്. എല്ലാ മദ്യപാനികളെക്കുറിച്ചുമല്ല പറയുന്നത്. ഇങ്ങനെ ചില പ്രത്യേക വ്യക്തികളുണ്ട് പ്രിയപ്പെട്ടവരെ. ചിലർ മദ്യപിച്ച് വീട്ടിൽ ചെന്നാൽ ബഹളമൊന്നും കൂട്ടില്ല, വെറുതെ ഇരുന്നങ്ങ് നിലവിളിക്കും, അത്യുച്ചത്തിൽ അലമുറയിട്ട് കരയും. എന്താ കാര്യം? പ്രിയപ്പെട്ടവരുടെ തിരസ്കരണം താങ്ങാൻ വയ്യാതെ വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? തന്നോട് മിണ്ടില്ല, തന്നോടൊരക്ഷരം ഉരിയാടുകയില്ല, താൻ ചോദിച്ചാൽ മറുപടി പറയില്ല, തന്നെ നോക്കി ചിരിക്കില്ല, തനിക്ക് മുഖം തരില്ല. പക്ഷേ തൻ്റെ കൺമുമ്പിൽ മറ്റുള്ള അർഹതയില്ലാത്ത ഒരുപാട് പേർക്ക് അർഹതയില്ലാത്ത പരിഗണന നൽകുമ്പോൾ, അവരോടൊക്കെ ഓടിച്ചെന്ന് സംസാരിക്കുമ്പോൾ, കുശലങ്ങൾ അന്വേഷിക്കുമ്പോൾ ചിലർ അങ്ങനെ മനഃപൂർവ്വം ചെയ്യും. ജീവിത പങ്കാളിയെ കഠിനമായി മുറിവേൽപ്പിക്കാൻ വേണ്ടി ആ ആളെ അവഗണിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ കൂട്ടുകാരനോട് അതികഠിനമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന, എന്നിട്ട് ഉള്ളാലെ ചിരിച്ച് ദുഷ്ടാ നീ കണ്ടോ, ഇതാണ് എനിക്ക് നിന്നോടുള്ള പകയെന്ന് പറയുന്ന ഭാര്യമാരുണ്ട്. ഇങ്ങനെ തന്നെ സ്വന്തം ഭാര്യയെ അവഗണിച്ച് നിന്ദിച്ച് ഒട്ടും അവൾക്ക് വില കൽപ്പിക്കാതെ, അവളുടെ മുഖത്ത് നോക്കാതെ, അവളോട് അക്ഷരം ഉരിയാടാതെ, അവളുടെ കൂട്ടുകാരികളോട് കൊഞ്ചിക്കുഴഞ്ഞ് വർത്തമാനം പറഞ്ഞ് അവരോട് ഏറ്റവും അടുപ്പം പ്രകടിപ്പിച്ച്, എടി നീ കാണ്, എനിക്ക് നിന്നേക്കാൾ മറ്റുള്ളവരോട് ഇഷ്ടമുണ്ട്, നിന്നെ എനിക്ക് വെറുപ്പാണെന്ന് പറയുമ്പോൾ ദൈവമക്കളെ, ആ വ്യഥ അനുഭവിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലെ ആഴമേറിയ വേദന ആർക്കാണ് വായിച്ചെടുക്കാൻ കഴിയുക? മനഃശാസ്ത്രപരമായി നാം ഒന്ന് വിശകലനം ചെയ്താൽ, ഈ മദ്യപിച്ച് വീട്ടിൽ ചെന്ന് ബഹളം വയ്ക്കുന്ന, മദ്യപിച്ച് വീട്ടിൽ ചെന്ന് അലമുറയിട്ട് കരയുന്ന പല പുരുഷന്മാരുടെയും യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയാമോ? വീട്ടിൽ കിട്ടുന്ന അവഗണന, അവർ നിരന്തരം തിരസ്കരിക്കപ്പെടുന്നതിൻ്റെ നൊമ്പരം. ഞാൻ മദ്യപാനികളെ ന്യായീകരിക്കുന്നു എന്ന് ആരും വിചാരിക്കരുത്, അങ്ങനെ വ്യാഖ്യാനിക്കരുത്. മദ്യപാനി ചെയ്യുന്നത് നീതിയാണെന്നൊന്നും അച്ഛൻ പറയുന്നില്ല. എന്നാൽ അങ്ങനെ ചിലരെങ്കിലും ഉണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിലരെങ്കിലും ഉണ്ട്. പിടിച്ചു നിൽക്കാൻ നോക്കും. ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച, 2 ആഴ്ചയൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കും. പല രീതിയിൽ അപ്രോച്ച് ചെയ്യും ഭാര്യയുടെ മുമ്പിൽ. ഈ സ്നേഹമൊന്ന് തിരിച്ചു കിട്ടാൻ, പൂർവ്വസ്ഥിതിയിലൊന്ന് എത്താൻ ചിലപ്പോൾ കാല് പിടിച്ച് കരയും, ചിലപ്പോൾ അവളുടെ മുമ്പിൽ നിന്ന് ഒരു യാചകനെ പോലെ നിലവിളിക്കും. പക്ഷേ എന്നിട്ടും ധാർഷ്ട്യത്തോടെ ഭാര്യ ഭർത്താവിനെ തിരസ്കരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ കടിഞ്ഞാൺ പൊട്ടിപ്പോയിട്ട്
ഇനി ഞാൻ ഒരിക്കലും മദ്യപിക്കില്ലെന്നൊക്കെ ശപഥം ചെയ്ത പല പുരുഷന്മാരും പോയി മദ്യപിച്ചിട്ട് വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുന്നതും പാത്രം തല്ലുന്നതും അലമുറയിട്ട് കരയുന്നതുമൊക്കെ സംഭവിക്കുന്നുണ്ട്. നിഷേധിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള മുഹൂർത്തത്തിലാണ് ചിലരെങ്കിലും പോയി സ്വയം കൊന്നുകളയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? എങ്കിൽ പിന്നെ ഞാൻ അങ്ങ് മരിച്ചേക്കാം, എല്ലാവർക്കും തൃപ്തിയാകട്ടെ എന്നൊരാൾ ചിന്തിച്ചു പോയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ ഒരുപാട് പേര് സ്വയം കൊന്നിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉള്ളിലിട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. എങ്ങനെ സ്വയം കൊല്ലണമെന്ന് ഇതുവരെ ഒരു ബോധ്യം കിട്ടാത്തത് കൊണ്ടും അതിന് ധൈര്യം കിട്ടാത്തത് കൊണ്ടുമാണ് പലരും ഇപ്പോൾ ജീവിക്കുന്നത്. ഭാര്യമാരുണ്ട് ഒരുപാട് പേരങ്ങനെ, ഭർത്താക്കന്മാരുണ്ട് ഒരുപാട് പേരങ്ങനെ. നിങ്ങളുടെ വ്യഥ ഇവിടെ എൻ്റെ നെഞ്ചിനകത്തുകൂടെ തീയായി പായുന്നുണ്ട് മക്കളെ. പക്ഷെ നിരാശപ്പെടല്ലേ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുരിശിൽ കിടന്ന് നിലവിളിച്ച കർത്താവിനെ നോക്ക്. അവൻ പറയും, നീ സ്വയം കൊല്ലണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ. നിൻ്റെ പങ്കാളി നിന്നെ അറിഞ്ഞില്ലെങ്കിലും സ്നേഹിച്ചില്ലെങ്കിലും കരുതിയില്ലെങ്കിലും വാത്സല്യിച്ചില്ലെങ്കിലും ജീവിതാവസാനം വരെ നിന്നെ ചവിട്ടിത്തേച്ചാലും ഞാനുണ്ട് നിൻ്റെ കൂടെ. നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന, നീ ഇന്ന് അനുഭവിക്കുന്ന അതേ വ്യഥകൾ മുഴുവനും അനുഭവിച്ച ഞാനുണ്ട് നിൻ്റെ കൂടെ. പലപ്പോഴും ധ്യാനം നടക്കുന്ന ഇടങ്ങളിലൊക്കെ പോയി നിരന്തരമായി ചെന്നിരുന്ന് അവിടെ ചെന്നിരിക്കുമ്പോൾ മുതൽ നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ ചങ്ക് പൊട്ടി ചങ്ക് തല്ലിക്കരയുന്ന ചില സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് അവരുടെ പ്രശ്നം? എന്താണ് അവരുടെ കരച്ചിൽ തീരാത്തത്? വീട്ടിൽ കിട്ടുന്ന തിരസ്കരണം, ഭർത്താവിൽ നിന്ന് കിട്ടുന്ന നിന്ന വാക്കുകൾ, അതുമല്ലെങ്കിൽ സ്നേഹിക്കാൻ ഭർത്താവ് തയ്യാറാകാതെ വരുമ്പോൾ, തൻ്റെ മുമ്പിൽ മറ്റുള്ളവരോട് തന്നെക്കളധികം സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, ചോദിച്ചാൽ ഉത്തരം പറയാതിരിക്കുമ്പോൾ, തികഞ്ഞ അവജ്ഞയും അവഗണനയും ഭർത്താവ് പ്രകടിപ്പിക്കുമ്പോൾ എവിടെ തീർക്കണം ഈ സംഘർഷം? അതിന് വിട്ടു പോകുമ്പോഴാണ് പല സ്ത്രീകളും, അവർക്ക് മദ്യപിക്കാൻ നമ്മുടെ സംസ്കാരത്തിൽ അനുവാദമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതൊക്കെ തിരുത്തി എഴുതി തുടങ്ങിയിരിക്കുന്നു നമ്മുടെ കുമാരിമാരും യൗവനക്കാരികളുമൊക്കെ. പുരുഷന്മാരോടൊപ്പമോ അതിലധികമോ കുടിച്ചു കൂത്താടുന്ന സ്ത്രീ ജന്മങ്ങളെക്കുറിച്ച് മീഡിയകളിൽ നിരന്തരവും ധാരാളവുമായി വാർത്ത വരുമ്പോൾ വലിയ അമ്പരപ്പ് തോന്നുന്നുണ്ട്. ദൈവമക്കളെ, സഹോദരിമാർ പലരും അവരുടെ സങ്കടങ്ങൾ കരഞ്ഞു തീർക്കുന്നത് ധ്യാനകേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലെ ദൈവാലയങ്ങളിലോ രൂപക്കൂടുകളുടെ മുമ്പിലോ ഒക്കെ പോയി കമിഴ്ന്ന് വീണിട്ടാണ്. അവരുടെ നിലവിളി അടങ്ങാത്തതിൻ്റെ കാരണം, കണ്ണുനീർ തോരാത്തതിൻ്റെ കാരണം പ്രിയപ്പെട്ടവർ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന തിരസ്കരണമാണ്. മക്കളാൽ തികച്ചും തിരസ്കരിക്കപ്പെട്ട അമ്മമാർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. മക്കളാൽ തീർത്തും അവഗണിക്കപ്പെട്ട അപ്പന്മാർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുറത്തിറങ്ങാതെ വാതിലടച്ച് സ്വയം സൃഷ്ടിച്ച ജയിലഴിക്കുള്ളിൽ സ്വയം ബന്ധിച്ച് നരകം തീർത്തിട്ടുള്ളവരുമുണ്ട്. ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയെയല്ല, എനിക്ക് നരകം മതി എന്ന് സ്വയം വിധി പറഞ്ഞവർ, പുറത്തിറങ്ങാത്തവർ, വാതിൽ തുറക്കാത്തവർ, ആരെയും കാണണ്ട എന്ന് സ്വയം വിധി പറഞ്ഞവർ, മുട്ടി വിളിച്ചാലും തുറക്കാത്തവർ, എല്ലാ സ്നേഹബന്ധങ്ങളെയും മുറിച്ചു മാറ്റിയവർ, വ്യഥ ഒരു പരിധിക്കപ്പുറം കടന്നപ്പോൾ സംഭവിച്ചു പോയതാണ്. ഇതുപോലെ മാതാപിതാക്കളാൽ തീർത്തും തിരസ്കരിക്കപ്പെട്ട ചില മക്കൾ, ചിരിക്കാൻ മറന്നവർ, പഠിക്കാൻ മറന്നവർ, പ്രാർത്ഥിക്കാൻ മറന്നവർ, ആരാധിക്കാൻ മറന്നവർ. ഈ ഏകാന്തതയേക്കാൾ വേദനാജനകമായ ഒരു ഏകാന്തത, ഒരു വേദന, ഒരു ഭയാനകത ഇല്ല പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തു പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാം. ആരെയും ഒറ്റപ്പെടുത്തരുത്, ഒരിക്കലും ആരെയും തിരസ്കരിക്കരുത്. പ്രത്യേകിച്ച് നിൻ്റെ സ്നേഹത്തിന് അർഹതയുള്ള ഒരാൾക്കും അത് നിഷേധിക്കരുത്. നിൻ്റെ സ്ഥാനത്ത് നീ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ആൾക്ക് അർഹതപ്പെട്ട ഒരു സംഗതി നീ നിഷേധിക്കരുത്. ഒരു ഭാര്യയും അത് ചെയ്യരുത്, ഒരു ഭർത്താവും അത് ചെയ്യരുത്. ഏകാന്തതയുടെ വിലാപം അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് കുരിശിൽ നിന്ന് 4-ാമത്തെ മൊഴി. അതാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കർത്താവ് ചോദിച്ചതിൻ്റെ പിന്നിലുള്ള വികാരം. ഉറ്റവരും ഉടയവരും ചേർന്ന് നിന്നവരും കൈവിട്ടു. ശിഷ്യന്മാർ ഉപേക്ഷിച്ച് 4 വഴിക്ക് ഓടിപ്പോയി. ദൈവമക്കളെ, ഒറ്റയ്ക്ക് 2 കള്ളന്മാരുടെ മധ്യത്തിൽ കുരിശിൽ കിടന്നപ്പോൾ കൂടെ നിന്നവരെല്ലാം ഉപേക്ഷിച്ചു പോയി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അനുഭവിച്ച അതികഠിനമായ വ്യഥയിൽ നിന്നുണ്ടായതാണ് ഈ നിലവിളി. ആ നിലവിളിയോ അതിന് സമാനമായ നിലവിളിയോ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങൾ പൊട്ടി ഒഴുകി
പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, ഈ കഠിന വിലാപം. അതുകൊണ്ട് ദൈവമക്കളെ തിരുത്തപ്പെടുക, തെറ്റുകൾ ഏറ്റുപറയുക, പാപത്തോട് വിട പറയുക. നമുക്ക് ഏകാന്തതയിലാണെങ്കിൽ കുരിശിലേക്ക് നോക്കാം, സമാധാനം ആചരിക്കാം. ആരെയും ഒറ്റപ്പെടുത്തുന്നില്ല, തിരസ്കരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താം. അതായിരിക്കട്ടെ ഈ ധ്യാനം നമുക്ക് തരുന്ന ചിന്ത. തുടർന്ന് വരുന്ന ധ്യാനങ്ങൾ ഇതിൻ്റെ പിന്നാലെ നിങ്ങളുമായി പങ്കിട്ടുകൊള്ളാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, കുരിശിൽ നിന്ന് കേട്ട 4-ാമത്തെ മൊഴി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? തത്വത്തിൽ അത് ഏകാന്തതയുടെ വിലാപമാണെന്ന് ഞങ്ങൾ കേൾപ്പിച്ചു. കർത്താവെ, ഈ വ്യഥ ഇതുപോലെ പേറുന്ന ഒരുപാട് ആളുകൾ ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ നാഴികയിൽ. എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നുമില്ലാത്ത ഒരവസ്ഥ. എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ ആരുമില്ലാത്തൊരവസ്ഥ. ഈ അവസ്ഥയിൽ വ്യഥ കൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് കേട്ടുകൊണ്ടിരുന്ന് കരയുന്നുണ്ടെങ്കിൽ നീ അവരോട് പറയുന്നു, ഇപ്പോൾ കുഞ്ഞെ കരയണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ. ഇങ്ങനെ ആരെയെങ്കിലുമൊക്കെ ഒറ്റപ്പെടുത്തി തിരസ്കരിച്ച് നിന്ദിച്ച് ഞാൻ ജയിച്ചു എന്ന് ചിന്തിച്ച് ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ തീ കോരിയിട്ടിട്ട് ഒരു വലിയ തിരുത്തൽ നടത്തുവാൻ ഇന്ന് നീ പ്രേരണ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പാ. അതവരുടെ ഉള്ളത്തിലൊരു തിരുത്തലായി മാറട്ടെ. അവർ പുതിയ മനുഷ്യരായി അവരുടെ പ്രിയപ്പെട്ടവരെ പരിഗണിക്കുന്നവരായി തീരട്ടെ. അവിടെ നിന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.